നമസ്കാരം. റഷ്യയുടെ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള US-ഉക്രൈൻ ചർച്ചകൾക്ക് റിയാദ് ആതിഥേയത്വം വഹിക്കാൻ തയ്യാറെടുക്കുകയാണ്. അടുത്ത കാലത്തായി സൗദി അറേബ്യ നയതന്ത്ര രംഗത്ത് ഒരു വൻ ശക്തിയായി മാറിയതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇത്. റഷ്യയ്ക്കും ഉക്രൈനുമിടയിൽ അപ്രതീക്ഷിതവും എന്നാൽ ഫലപ്രദവുമായ ഒരു മധ്യസ്ഥനായി സൗദി അറേബ്യ സ്വയം അവരോധിക്കപ്പെടുകയാണ്. എണ്ണ സമ്പത്ത്, കുതിച്ചുയരുന്ന സമ്പദ് വ്യവസ്ഥ, പ്രശ്നബാധിതമായ ഒരു മേഖലയിലെ രാഷ്ട്രീയ സ്ഥിരത എന്നിവ കാരണം വളരെ കാലമായി ഒരു അറബ് ശക്തി കേന്ദ്രമായിരുന്നു സൗദി അറേബ്യ. അതിൽ നിന്ന് ഒരു പടി കൂടി കടന്ന് ആഗോള നയതന്ത്ര കളിക്കാരനായി ഉയർന്നു വരികയാണ് സൗദി. തിങ്കളാഴ്ച കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ റിയാദിലേക്ക് സ്വാഗതം ചെയ്യും. ഈ മാസം ആദ്യം ഓവൽ ഓഫീസിൽ സെലൻസ്കിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടന്ന ചൂടേറിയ വാദപ്രതിവാദത്തിനു ശേഷം US-ന്റെയും ഉക്രൈന്റെയും ആദ്യത്തെ ഉന്നതതല യോഗമാണിത്. US-നും റഷ്യയ്ക്കുമൊപ്പം ലോകത്തിലെ പ്രബലമായ അസംസ്കൃത എണ്ണ ഉൽപാദകരിൽ ഒന്നാണ് സൗദി അറേബ്യ. ഗാസ, ലെബനൻ, സിറിയ എന്നിവിടങ്ങളിലെ യുദ്ധാനന്തര പുനർനിർമ്മാണം, ഇറാഖിനെയും അതിന്റെ പ്രോക്സികളെയും നിയന്ത്രിക്കൽ എന്നിവയിൽ സൗദി അറേബ്യയ്ക്ക് ഒരു പ്രധാന പങ്കുണ്ട്. 2000-ങ്ങളുടെ തുടക്കത്തിൽ ഒസാമ ബിൻ ലാദന്റെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക മതമൗലികവാദ ഭീകരത സൗദി രാജ്യവാഴ്ചയെ ഭീഷണിപ്പെടുത്തുകയും ഏതാണ്ട് അസ്ഥിരപ്പെടുത്തുകയും ചെയ്തിരുന്നു. 2011 സെപ്റ്റംബർ 11-ന് ന്യൂയോർക്കിലെ ട്വിൻ ടവറിൽ നടന്ന ആക്രമണത്തിലാണ് അത് കലാശിച്ചത്. അതിനുശേഷം സൗദി അറേബ്യ അതിന്റെ സുരക്ഷാ നയങ്ങളിലും വർദ്ധിച്ചു വരുന്ന ശക്തി ബാഹ്യമായി പ്രദർശിപ്പിക്കുന്നതിലും വൻതോതിൽ നിക്ഷേപം നടത്തി. ഇറാഖിലെ US അധിനിവേശം, ഇസ്രായേൽ പലസ്തീൻ സമാധാന പ്രക്രിയയുടെ പരാജയം, സിറിയയിലെ വിനാശകരമായ ആഭ്യന്തര യുദ്ധം എന്നിവയുടെ വെളിച്ചത്തിൽ സൗദി അറേബ്യയുടെ ഉയർച്ച ക്രമാനുസൃതമായി വളർന്നു. ഇസ്രായേൽ, ഇറാൻ, തുർക്കി എന്നിവയുമായി മത്സരിക്കാൻ കഴിവുള്ള മിഡിൽ ഈസ്റ്റിലെ ഏക ശക്തിയാണ് ഇന്ന് സൗദി അറേബ്യ. അറബ് ലോകത്തിന്റെ ആഗോള പരിണാമം ഈജിപ്ത്, സിറിയ, ഇറാഖ് എന്നിവിടങ്ങളിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഒരു അധികാര മാറ്റത്തിന് കാരണമായി എന്ന് ടുണീഷ്യയിലെ ഫ്രാൻസിന്റെ മുൻ അംബാസഡറും വിശാലമായ മേഖലയിലെ വിദഗ്ധനുമായ യെവ്സ് ഓബിൻ ഡി ലാ മെസൂസിൻ വിലയിരുത്തുന്നു. കഴിഞ്ഞ മാസം റിയാദ് തങ്ങളുടെ പ്രതിരോധ ചെലവ് ഈ വർഷം ഏകദേശം 75 ബില്യൺ യൂറോയായി വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇത് കഴിഞ്ഞ വർഷത്തെ വിഹിതത്തെക്കാൾ ഏകദേശം 3 ബില്യൺ യൂറോ കൂടുതലാണ്. ഈ വിഹിതം അതിന്റെ സൈനിക ചെലവ് GDP-യുടെ 7.1%. അതായത് പ്രതിരോധത്തിനായുള്ള അപേക്ഷികവും കേവലവുമായ ചെലവിന്റെ കാര്യത്തിൽ ലോകത്തെ മികച്ച 5 രാജ്യങ്ങളിൽ ഒന്നാണ് സൗദി. GCC മുതൽ ബ്രിക്സ് വരെയുള്ള വിവിധ ബ്ലോക്കുകളുമായി US പോലുള്ള പ്രധാന സഖ്യകക്ഷികളുമായും സൗദി അറേബ്യ ശക്തമായ ബന്ധം വികസിപ്പിക്കുന്നതിനും നിലനിർത്തുന്നതിനും സഹായിച്ച ദീർഘകാല സന്തുലിത നടപടിയിലൂടെയാണ് റഷ്യൻ ഉക്രൈൻ സംഘർഷത്തിൽ മധ്യസ്ഥ പങ്ക് വഹിക്കാൻ അവർക്ക് കഴിഞ്ഞത്. സൗദി അറേബ്യയുടെ ഉഭയകക്ഷി ബന്ധങ്ങളുടെ ശൃംഖല ആഗോള നയതന്ത്രത്തിന്റെ കാര്യത്തിൽ അതിനെ ആകർഷകമായി ഒരു തിരഞ്ഞെടുപ്പാക്കി മാറ്റുന്നു എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇസ്രായേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ റിയാദ് അബ്രഹാം കരാറുകളിൽ ഒപ്പുവെക്കുമെന്ന് വാഷിംഗ്ടൺ ആഗ്രഹിക്കുന്നു. എന്നാൽ ഒരു പലസ്തീൻ രാഷ്ട്രം സൃഷ്ടിക്കാതെ അബ്രഹാം കരാറുകളിൽ ഒപ്പിടാൻ സൗദി അറേബ്യ വിസമ്മതം പ്രകടിപ്പിച്ചിട്ടുണ്ട്.